ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സി എന്നാണ് ക്വസ്റ്റ്യൻ. One end of a metal wire is fixed to ceiling and a load of 2 kg hang from the other end. Okay, നമ്മളിങ്ങനെ ഒരു സീലിംഗിൽ ഒരു വയർ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു 2 kg മാസ് കൊടുത്തു. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന മാസ് 2 kg ആണ്. A similar wire is attached to the bottom. Same wire ആണ് വന്നത്. A similar wire is attached to the bottom of the load and another load of 1 kg. ആ സെയിം വയർ ആണ്, അതിൽ നമ്മളൊരു 1 kg ബ്ലോക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട്. അപ്പൊ സെയിം വയർ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആയി, യങ്സ് മോഡുലസ് സെയിം, വാല്യൂസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയറും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സെയിം വയർ ആണെന്ന് തന്നതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? Then the ratio of the longitudinal strain of upper wire to that of lower wire. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ. സിംപ്ലി ഡെൽറ്റ എൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ബൈ. ഡയറക്റ്റ് ഇക്വേഷൻ, ഇത് അറിയാത്ത ആരും കാണത്തില്ല. സോ ഇവിടെ നിന്ന് എനിക്ക് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എ വൈ എന്ന് കൊടുക്കാം. നമുക്കറിയാം എയും വൈയും ആയിട്ട് ഡിപ്പെൻഡൻസി വരുന്നില്ല, എന്തായാലും നമ്മൾ റേഷ്യോ എടുക്കുക. അപ്പൊ അവർ കട്ടായി പോകും. ഓൺലി ഡിപ്പെൻസ് വിത്ത് ഡെൽറ്റ എൽ ബൈ എൽ, ഓൺലി ഡിപ്പെൻസ് വിത്ത് ഫോഴ്സ്. സോ എനിക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എൽ വൺ ബൈ എൽ വൺ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ടു ബൈ എൽ ടു. രണ്ട് കേസിലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെ റിലേഷൻ ഞാൻ എഴുതുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? എഫ് വൺ ഡിവൈഡഡ് ബൈ എഫ് ടു. F1 എന്ന് പറയുമ്പം ഓർത്ത് വെക്കുക, F1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വയറിന്റെ കാര്യമാണ് പറയുന്നത്, അതായത് ടോപ്പിലുള്ള വയറിന്റെ അല്ലേ. ഡെൽറ്റ എൽ വൺ ബൈ എൽ വൺ എന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വയറിനെയാണ്. ഇവന്റെ ലെങ്ത് ആണ് L1, ഇതിന്റെ ലെങ്ത് ആണ് L2. അപ്പൊ ഈ ഫസ്റ്റ് വയറുമായിട്ട് ഡിപ്പെൻഡൻസി വരുന്നത് ഈ മാസിനും വരും, ഈ മാസിനും വരും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് മാസുകളുടെയും കൂടെ കമ്പൈൻഡ് വെയിറ്റ് ആണ്. അതെന്ന് പറയുന്നത് 30 ആണ്. 2 + 1 3 kg, 30 വെയിറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ അഗെയിൻ ഈ ലെങ്തുമായിട്ട് ഒരിക്കലും ഈ വെയിറ്റിന് ഡിപ്പെൻഡൻസി വരുന്നില്ല, കാരണം ഇവൻ മാത്രമേ പിടിച്ച് ലോങ് ഏറ്റിരിക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ അവന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. 1 kg മാസ്, ദാറ്റ് ഈസ് 10. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3/1, അല്ലെങ്കിൽ നമുക്ക് 3 എന്ന് പറയാം. അവരുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, 3/1, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി 3 എന്ന് പറയാം. സോ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിയെന്ന വിശ്വാസത്തോടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്.